വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയിലെ പുതിയ SCERTയിലെ പാഠഭാഗങ്ങളാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണിത്. 5 മുതൽ 10 വരെയുള്ള പുതിയ SCERTയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നിയമവും സമൂഹവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ PSC റിലേറ്റഡ് അല്ലെങ്കിൽ PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ടേബിൾസും ഒക്കെയാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. നിയമവും സമൂഹവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. എന്താണ് നിയമം? സ്കൂളിൽ വ്യവസ്ഥയും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അതുപോലെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളെയുമാണ് നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതം സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം എന്താണ്? ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ 2 രീതിയിലാണ് നിയമങ്ങൾ രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാവും. അതുപോലെ വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളും ഉണ്ടാവുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു നിയമങ്ങൾ അഥവാ സാമൂഹിക വഴക്കങ്ങൾ അഥവാ സോഷ്യൽ നോംസ് എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങളെയോ മനോഭാവങ്ങളെയോ പെരുമാറ്റങ്ങളെയോ ഒക്കെ അത് എന്താണ്? റിട്ടൺ അല്ല അലിഖിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സാമൂഹിക വഴക്കങ്ങളെന്ന് പറയുന്നത്. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയാണ് അല്ലേ? അത് നമുക്കറിയാം. അത് പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്തും വരുന്ന രീതികളാണ്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകൾ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കോടതി ഇടപെടലുകൾ കൂടി നിയമങ്ങൾ രൂപപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുപോലെ ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സമിതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രം എന്താണ്? രാഷ്ട്രം എന്നതിൻ്റെ ഡെഫിനേഷനാണ്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെ രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഇത് ഏതെല്ലാമാണ് അല്ലാത്തത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം, ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത്? രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അതുപോലെ കേരള നിയമനിർമ്മാണ സഭയുടെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സൈബർ നിയമം അല്ലെങ്കിൽ നിയമവും സൈബർ ലോകവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. സൈബർ തട്ടിപ്പ്, വീഡിയോ കോളിൽ വ്യാജനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് സൈബർ നിയമങ്ങളെ പറ്റിയിട്ട് കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്താ തലക്കെട്ടുകൾ വായിച്ചു
നവമാധ്യമങ്ങളിലൂടെ എത്രയെത്ര തട്ടിപ്പുകളാണ് നിയന്ത്രിക്കാൻ പറ്റാത്തവയാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന അതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച നിയമമാണ് എന്ത്? വിവര സാങ്കേതിക വിദ്യാ നിയമം. IT ആക്ട് നമ്മൾ പഠിക്കാറുണ്ട്. 2000 ആണ് വർഷം. അപ്പം അതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പലവിധ നിയമങ്ങളും ഉണ്ട്. അപ്പം അതിനകത്ത് IT ആക്ട് എന്താണെന്ന് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണിത്. എന്തൊക്കെയാണ്? വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ IT ആക്ടും അതിൻ്റെ സെക്ഷനുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് IT എന്ന ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ അത്രയും ഡീപ്പായിട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു വർഷവും അതെന്തിനു വേണ്ടി വന്നു എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ കുറച്ച് നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം വിവരാവകാശ നിയമം 2005 അറിയാം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഇതുപോലെ കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പാഠഭാഗത്തിൽ തന്നെ പഠിക്കാനുണ്ട്, നോക്കാം. ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തി ഉള്ളവയാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ളതാണ്. അപ്പോൾ അതിൽ എക്സാമ്പിളാണ് കുട്ടികൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്, സ്ത്രീകൾക്കുണ്ട്, ഭിന്നശേഷിക്കാർക്കുണ്ട്, ഇങ്ങനെ ഓരോരോ വിഭാഗങ്ങൾക്കായിട്ടുണ്ട് നമുക്ക് നിയമങ്ങൾ ഉണ്ട്. ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. അപ്പോൾ അതൊരു നിയമമാണ് അല്ലേ. ബാലനീതി നിയമം ഉണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്, ശൈശവ വിവാഹ നിരോധന നിയമമുണ്ട്. അങ്ങനെ പല നിയമങ്ങൾ ഉണ്ട്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാല അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ബാലവേല നിരോധന നിയമം 1986 1986 എന്ത്? ബാലവേല നിരോധന നിയമം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ ഈ നിയമം അനുസരിച്ച് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ്? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് എന്താണ്? കുറ്റകരമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. 2009 ഈ ഒരു ആക്ടിൻ്റെ വർഷം. ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. സംസ്ഥാനത്ത് എന്തുണ്ട്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാലാവകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാലനീതി നിയമം 2015 ബാലനീതി നിയമം. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇതാണ് ബാലനീതി നിയമം 2015 പറയുന്നത്. അടുത്തൊരു കാര്യം കൊടുത്തിരിക്കുന്നത് ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനമാണ്. ഇത് പ്രീവിയസ് LGSന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. നവംബർ 20 പുതിയൊരു ഫാക്റ്റാണ്. ഇത് നവംബർ 20 എന്ന ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 1098 എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പോക്സോ ആക്ട് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ലിംഗ പദവി വ്യത്യാസം ഇല്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണിത്. 2012 വർഷം. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ആക്ടിൻ്റെ ഫുൾ ഫോം പഠിക്കണം. അതുപോലെ വർഷം 2012 എന്തിനാണ്? ലിംഗപദവി വ്യത്യാസമില്ല, അതായത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും 18 വയസ്സിൽ താഴെയുള്ള എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ഈ ഒരു ആക്ടിൽ.
പിന്നെ ഇതിൻ്റെ ഒരു 1989 എന്തുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ ഉടമ്പടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയുടെ വർഷം വേണമെങ്കിൽ ചോദിക്കാം. 1989 പഠിക്കുക. കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കാമെന്ന് കുട്ടികൾക്കുള്ള ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നിയമവാഴ്ച എന്താണ്? വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ, ഒരുപാട് നിയമങ്ങൾ പരിചയപ്പെട്ടു. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സമൂഹ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാ പൗരർക്കും എന്താണ്, തുല്യരാണ് അല്ലെ. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് എന്ത്, നിയമവാഴ്ച. അപ്പോൾ നിയമവാഴ്ചയുടെ ഡെഫിനേഷൻ എന്താണ്? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല എന്ന് നമുക്കറിയാം. അപ്പോൾ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തുണ്ട്, കോടതികൾക്കാണ് അതിൻ്റെ അധികാരമുള്ളത്. അപ്പോൾ കോടതികളെക്കുറിച്ച് നമുക്കറിയാവുന്നത് സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോർട്ട്. അതുപോലെ എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒരു ശ്രേണി ഘടന കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി ഏറ്റവും മുകൾ തട്ടിലാണ്, അതിൻ്റെ താഴെ ഹൈക്കോടതികൾ വരും, പിന്നെ ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശ്രേണി, ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ കൊടുത്തിട്ടുള്ളത്. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. PSC പോയിന്റ് ഓഫ് വ്യൂ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചേക്കാം. ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ PSC പരീക്ഷ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ക്ലാസ് എത്തിക്കുക. താങ്ക് യു.